ഞാൻ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളെ ബഹുമാനിക്കുകയും സ്വമേധയ അനുസരിക്കുകയും ചെയ്യുന്നു. ഞാൻ മറ്റുള്ളവരെ അവകാശങ്ങളെ ബഹുമാനിക്കുകയും അവ സംരക്ഷിക്കാൻ നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യുന്നു. എൻ്റെ ശാരീരിക മാനസിക ക്ഷമത വർദ്ധിപ്പിക്കുവാൻ ഞാൻ സർവാത്മന പ്രയത്നിക്കുന്നു. അതിന് ദോഷം വരുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യും. പ്രകൃതിയില്ലാതെ മനുഷ്യരില്ല. വായു, വെള്ളം, മണ്ണ് തുടങ്ങിയ വിഭവങ്ങളെ ഞാൻ സംരക്ഷിക്കും. സഹജീവി സ്നേഹം എൻ്റെ ധർമ്മമാണ്. UAC സെക്കൻഡ് കമാൻഡർ പരേഡ് കമാൻഡർ വിൻഡോ സി ബിബിന് പരേഡിൻ്റെ ചാർജ് കൈമാറുന്നു. പരേഡ് കമാൻഡർ വിൻഡോ സി ബിബിൻ പരേഡിൻ്റെ ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ്. അടുത്തതായി ഫ്ലാഗ് ഹോസ്റ്റിംഗ് സെറമണിയാണ്. പതാക ഉയർത്തുന്നതിനായി ബഹുമാനപ്പെട്ട കഞ്ഞിക്കുഴി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ സാം ജോസ് അവരുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ജനപ്രതിനിധികളെയും ക്ഷണിക്കുകയാണ്. പരേഡിൻ്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സീനിയർ അസിസ്റ്റന്റ് ടീച്ചർ ഇൻചാർജും SBC ACPOയും ആയിരുന്ന ശ്രീമതി ഉഷാകുമാരി ടീച്ചറിനെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഡൈസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Salute!
ഗവൺമെൻറ് ഹൈസ്കൂൾ പടേരിക്കണ്ടത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് ശ്രീമതി സലൂജ ടീച്ചർ SBC പരേഡിൻ്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി ഡയസിലേക്ക് ബഹുമാനത്തോടെ ടീച്ചറിനെ സ്വാഗതം ചെയ്യുകയാണ്. പഴയരിക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ എല്ലാമായ പ്രിയപ്പെട്ട PTA പ്രസിഡന്റ് ജയൻ AJ സാറിനെ വളരെ സ്നേഹത്തോടെ അതിലേറെ ബഹുമാനത്തോടെ പരേഡിൻ്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി ഡയസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗവൺമെൻറ് ഹൈസ്കൂൾ പഴയരിക്കണ്ടത്തിൻ്റെ SPCയുടെ ലൈസൺ ഓഫീസറും കഞ്ഞിക്കുഴി പോലീസ് സ്റ്റേഷൻ IP SHOയുമായ ബഹുമാനപ്പെട്ട സാം ജോസ് സാറിനെ ആദരപൂർവ്വം ഡയസിലേക്ക് ആദരവേറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുകയാണ്. സ്കൂളിൻ്റെ എല്ലാ കാര്യത്തിനും ഒപ്പമുള്ള പൂർവ്വ വിദ്യാർത്ഥിനിയും ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണുമായ ശ്രീമതി ഉഷ മോഹൻ അവറുകളെ ബഹുമാനത്തോടെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. ഇടുക്കി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും ഗവൺമെൻറ് ഹൈസ്കൂൾ പഴയരിക്കണ്ടത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിനിയും ഗവൺമെൻറ് ഹൈസ്കൂൾ പഴയരിക്കണ്ടത്തിൻ്റെ MBTA പ്രസിഡന്റുമായ ശ്രീമതി രാജേശ്വരി രാജൻ അവറുകളെ ബഹുമാനത്തോടെ അഭിവാദ്യങ്ങൾ സ്വീകരിക്കുന്നതിനായി സ്വാഗതം ചെയ്യുന്നു. സ്കൂളിൻ്റെ എല്ലാ കാര്യത്തിനും എപ്പോഴും അധ്യാപകരോടൊപ്പവും PTAക്കൊപ്പവും തോളോട് തോൾ ചേർന്ന് പ്രവർത്തിക്കുന്ന ഇടുക്കി ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷൈനി റെജി അവറുകളെ വളരെ സ്നേഹബഹുമാനത്തോടെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി ഡയസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേഡറ്റുകൾ VIP ആഗതനാകുന്നതിന് വേണ്ടി സ്റ്റാൻഡർഡൈസായി നിൽക്കാവുന്നതാണ്. പരേഡ് കമാൻഡർ കമാൻഡ് നൽകാവുന്നതാണ്. എത്തുന്നതിനായി ബഹുമാനപ്പെട്ട കഞ്ഞിക്കുഴി ഇൻസ്പെക്ടർ ഓഫ് പോലീസ് ശ്രീ സാം ജോസ് അവറുകളെ ആദരപൂർവ്വം ക്ഷണിച്ചുകൊള്ളുന്നു. ജനപ്രതിനിധികളെയും ക്ഷണിക്കുകയാണ്.
പരേഡിൻ്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സീനിയർ അസിസ്റ്റന്റ് ടീച്ചർ ഇൻചാർജും SBC ACPOയും ആയിരുന്ന ശ്രീമതി ഉഷാകുമാരി ടീച്ചറിനെ വളരെ സ്നേഹത്തോടെ ബഹുമാനത്തോടെ ഡൈസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഗവൺമെൻറ് ഹൈസ്കൂൾ പഴയരിക്കണ്ടത്തിൻ്റെ ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് ശ്രീമതി സലൂജ ടീച്ചർ SBC പരേഡിൻ്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി ഡൈസിലേക്ക് ബഹുമാനത്തോടെ ടീച്ചറിനെ സ്വാഗതം ചെയ്യുകയാണ്. Standard teeth. Parade. Attention. Parade. Friend salute. Salute. Parade. Standard teeth. Parade. Attention. Parade. Friend salute. Salute. Standard teeth. Parade. Attention. Parade. Friend salute. Salute. Parade. Standard teeth. Parade. Attention. Parade. Friend salute. Salute. Parade. Standard teeth. Parade. Attention. Parade. Friend salute. Salute.
രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളെ അനുസരിക്കുകയും ഉത്തമ പൗരന്മാരായി വളർന്നു വരുന്നതിനും വേണ്ടി നമ്മുടെ സംസ്ഥാനം അണിയിച്ചൊരുക്കിയ ഈ പദ്ധതി ലോകം ഏറ്റെടുത്തിരിക്കുന്ന പദ്ധതിയാണ്. ആ പദ്ധതിയുടെ ഭാഗമായ പ്രിയപ്പെട്ട കേഡറ്റുകളാണ് ഇന്ന് ഈ പരേഡ് നയിക്കുന്നതിനായി ഇവിടെ അണിനിരന്നിരിക്കുന്നത്. ഡിക്ലറേഷൻസ് ഓഫ് SPC. ഞാൻ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങളെ ബഹുമാനിക്കുകയും സ്വമേധയാ അനുസരിക്കുകയും ചെയ്യുന്നു. ഞാൻ മറ്റുള്ളവരുടെ അവകാശങ്ങളെ ബഹുമാനിക്കുകയും അവ സംരക്ഷിക്കാൻ നിരന്തരം പരിശ്രമിക്കുകയും ചെയ്യും. എൻ്റെ ശാരീരിക മാനസിക ക്ഷമത വർദ്ധിപ്പിക്കുവാൻ ഞാൻ സർവ്വജ്ഞ പ്രയത്നിക്കുന്നു. അതിന് ദോഷം വരുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് വിട്ടുനിൽക്കുകയും ചെയ്യും. പ്രകൃതിയിലാണ് മനുഷ്യരില്ല. വായു, വെള്ളം, മണ്ണ് തുടങ്ങിയ വിഭവങ്ങളെ ഞാൻ സംരക്ഷിക്കുന്നു. ഞാൻ വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുകയും അവ ആഘോഷിക്കുകയും ചെയ്യും. ഇന്ത്യയെ സ്നേഹിക്കുന്നതോടൊപ്പം ജനാധിപത്യത്തിൻ്റെ സംസ്ഥാനമാണ്. അവകാശങ്ങളെ തന്നെ എൻ്റെ ഗ്രാമങ്ങളെക്കുറിച്ച് പരേഡ് ഗ്രൗണ്ടിലേക്ക് ദേശീയ പതാകയും SPCയുടെ പതാകയും കേരള പോലീസിൻ്റെ പതാകയും വഹിച്ചുകൊണ്ടുള്ള ഫ്ലാഗ് ബിയേഴ്സിൻ്റെ മാർച്ചാണ് അടുത്തതായി. ഫ്ലാഗ് ബിയേഴ്സ് വന്നെത്തി കഴിയുമ്പോൾ പരേഡ് ദേശീയ പതാകയ്ക്ക് സല്യൂട്ട് അർപ്പിക്കുന്നതും ദേശീയ ഗാനം ആലപിക്കുന്നതും, ആ സമയം യൂണിഫോമിലുള്ളവർ സല്യൂട്ട് ചെയ്യേണ്ടതും മറ്റുള്ളവർ അറ്റൻഷനായി നിൽക്കേണ്ടതുമാണ്.
അടുത്തതായി ഓത്ത് ടേക്കിംഗ് സെറമണിയാണ്. ആ വിശിഷ്ട അതിഥി ബഹുമാനപ്പെട്ട ഇടുക്കി സബ് ഡിവിഷൻ DSP ശ്രീ ജിൽസൺ മാത്യു അവറുകൾ ഈ പരേഡിന്റെ അഭിവാദ്യം സ്വീകരിക്കുന്നതിനായി ഡൈസിലേക്ക് എത്തിച്ചേർന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ ബഹുമാനത്തോടുകൂടി ഇടുക്കിയുടെ പ്രിയപ്പെട്ട സബ് ഡിവിഷൻ ഓഫീസർ ശ്രീ ജിൽസൺ മാത്യു അവറുകളെ ഡൈസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പരേഡ് ആദരണീയനായ വിശിഷ്ട അതിഥിക്ക് അഭിവാദ്യം അർപ്പിക്കുന്നു. പരേഡ് കമാൻഡർ ബഹുമാന്യനായ വിശിഷ്ട അതിഥിയുടെ മുമ്പിൽ റിപ്പോർട്ട് ചെയ്ത് പരേഡ് ഇൻസ്പെക്ട് ചെയ്യുന്നതിനായി ക്ഷണിക്കുന്നു. നമ്മുടെ ഇന്നിൻ്റെ വിശിഷ്ട അതിഥി ബഹുമാനപ്പെട്ട ഇടുക്കി സബ് ഡിവിഷൻ DSP ശ്രീ ജിൽസൺ മാത്യു അവർക്ക് ഈ പരേഡിനെ ഇൻസ്പെക്ട് ചെയ്തുകൊണ്ട് കടന്നു പോവുകയാണ്. പ്രപഞ്ചത്തെ കോരിത്തെരിപ്പിച്ച വാനവീതിയിൽ നിറഞ്ഞു നിൽക്കുന്ന വാർമഴവില്ലിനെ പോലെ കാന്തി പകർന്ന് നക്ഷത്രത്തിളക്കമാർന്ന നയനങ്ങളും ശോഭയേറും പാൽപുഞ്ചിരിയുമായി മൈതാനം നിറഞ്ഞു നിൽക്കുന്ന കേഡറ്റുകളെ ഇൻസ്പെക്ട് ചെയ്ത് ആദരണീയനായ വിശിഷ്ടാതിഥി മെല്ലെ മെല്ലെ കടന്നു വന്നിരിക്കുകയാണ്. പരേഡ് ഗ്രൗണ്ടിലേക്ക് ദേശീയ പതാകയും SPCയുടെ പതാകയും കേരള പോലീസിൻ്റെ പതാകയും വഹിച്ചുകൊണ്ടുള്ള ഫ്ലാഗ് ബിയേഴ്സിൻ്റെ മാർച്ചാണ് അടുത്തതായി. ഫ്ലാഗ് ബിയേഴ്സ് വന്നെത്തി കഴിയുമ്പോൾ പരേഡ് ദേശീയ പതാകയ്ക്ക് സല്യൂട്ട് അർപ്പിക്കുന്നതും ദേശീയ ഗാനം ആലപിക്കുന്നതും, ആ സമയം യൂണിഫോമിലുള്ളവർ സല്യൂട്ട് ചെയ്യേണ്ടതും മറ്റുള്ളവർ അറ്റൻഷനായി നിൽക്കേണ്ടതുമാണ്.
സെറിമണിയാണ്. പരിഭാവനമായ പരമപവിത്രമായ ഓത്ത് ടേക്കിംഗ് സെറിമണിയാണ് അടുത്ത് നടക്കുന്നത്. ഇനി കേഡറ്റുകൾക്ക് പ്രതിജ്ഞ ചൊല്ലിക്കൊടുക്കുന്നത് ഇടുക്കി കഞ്ഞിക്കുഴി സബ് ഇൻസ്പെക്ടറായിരുന്ന ബഹുമാനപ്പെട്ട ശ്രീ അജി അരവണ്ട് സാറാണ്. ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഞാൻ ഉത്തരവാദിത്ത ബോധത്തോടും സാമൂഹ്യ പ്രതിബദ്ധതയും സഹജീവി സ്നേഹവും പ്രകൃതി സ്നേഹവുമുള്ള ഉത്തമ പൗരനായി ജീവിക്കുമെന്നും പ്രഖ്യാപിത നിയമവ്യവസ്ഥയിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അക്രമത്തിനും അനീതിക്കുമെതിരെ പോരാടുമെന്നും രാജ്യത്തിൻ്റെ സുരക്ഷയ്ക്കും അഖണ്ഡതയ്ക്കും മതേതരത്വത്തിനും വേണ്ടി പ്രയത്നിക്കുമെന്നും എന്നിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ പൂർണ്ണമായി വിനിയോഗിക്കുവാൻ ആത്മാർത്ഥമായി പ്രയത്നിക്കുമെന്നും രാജ്യത്ത് നിലനിൽക്കുന്ന നിയമങ്ങൾ സ്വമേധയാ അനുസരിക്കുമെന്നും ഞാൻ പ്രതിജ്ഞ ചെയ്യുന്നു.
പരേഡിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷം റിവ്യൂ ഓർഡർ ഇതാണ്. Parade will advance in review order by the center. Keep march. പരേഡ് ബഹുമാന്യനായ VIP-ക്ക് ജനറൽ സല്യൂട്ട് നൽകുന്നു. Parade. General salute. Salute. Parade. Stand at peace. പാസിംഗ് ഔട്ട് പരേഡിൻ്റെ വിശിഷ്ടാതിഥി ബഹുമാന്യനായ ഇടുക്കി സബ് ഡിവിഷൻ DSP ശ്രീ ജിൽസൺ മാത്യു അവരുടെ വൈശിഷ്ട്യമാർന്ന വാക്കുകൾക്കായി നമുക്ക് കാതോർക്കാം. പഴയരിക്കണ്ടം ഗവൺമെൻറ് HS സ്കൂളിലെ പ്രിയപ്പെട്ട അധ്യാപകരെ, പ്രിയപ്പെട്ട SPC കാഡറ്റ്സ്, പ്രിയപ്പെട്ട നാട്ടുകാരെ, പോലീസ് ഉദ്യോഗസ്ഥരെ, നമുക്കറിയാം SPCയുടെ ഉദ്ദേശം എന്താണ്, അല്ലെങ്കിൽ കുട്ടികൾ എന്തിനാണ് ഇത്രയും കഷ്ടപ്പെട്ട് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നുള്ളതിനെ പറ്റി. കഴിഞ്ഞ 2021-2023 ബാച്ച്, അതുപോലെ 22-24 ബാച്ചിൻ്റെ പാസിംഗ് ഔട്ട് ആണിപ്പോൾ ഇവിടെ നടന്നത്. എത്രയോ കഷ്ടപ്പെട്ടാണ് ഈ കുട്ടികൾ ഇതിനുവേണ്ടി ഒരുങ്ങിയിട്ടുള്ളതെന്ന് ഇവരുടെ ഈ പരിശീലനവും ഇവരുടെ ഈ പ്രവേശനവും കാണുമ്പോൾ നമുക്ക് ബോധ്യമാകുന്ന കാര്യമാണ്. നിയമബോധവും അച്ചടക്കവും കാര്യക്ഷമതയും സാമൂഹ്യ പ്രതിബദ്ധതയും എല്ലാമുള്ള ഒരു സമൂഹം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശമെന്നെല്ലാം നിങ്ങൾക്ക് വ്യക്തമായിട്ട് അറിയാം. ചെറുപ്പത്തിൽ തന്നെ ശീലിക്കുന്ന ശീലങ്ങളാണ് ഈ നിയമബോധവും അച്ചടക്കവും അർപ്പണബോധവും കഠിനാധ്വാനവും സമൂഹത്തോടുള്ള ആ ഒരു സ്നേഹവും എല്ലാം ചെറുപ്പത്തിൽ തന്നെ ആർജിക്കേണ്ട ശീലങ്ങളാണ്. അത് 8-9 ക്ലാസ്സിലെ കുട്ടികളെ തന്നെ സെലക്ട് ചെയ്ത് അത് അവർക്ക് ചെറുപ്പത്തിൽ തന്നെ എല്ലാ രീതിയിലുള്ള പരിശീലനവും നൽകുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ഉദ്ദേശം. സംസ്ഥാന സർക്കാർ നടപ്പാക്കി വരുന്ന സ്കൂൾ തലത്തിൽ പോലീസിൻ്റെയും മറ്റ് ഡിപ്പാർട്ട്മെൻറ്റ് എക്സൈസ് ഫോറസ്റ്റിൻ്റെയൊക്കെ സഹായത്തോടുകൂടി നടത്തി ലോകശ്രദ്ധ തന്നെ ആകർഷിച്ചിട്ടുള്ള ഏറ്റവും വിജയകരമായ ഒരു പദ്ധതിയാണെന്നും നിങ്ങൾക്കറിയാം. കഴിഞ്ഞ 2 വർഷമായിട്ട് ഇവർ പരിശീലനത്തിലായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ സമ്മർ ക്യാമ്പ് കരിമണൂർ സ്കൂളിൽ വെച്ച് നടന്നത്. അന്ന് ഞാൻ പോയിരുന്നു. 600ഓളം കുട്ടികൾ ആ സമ്മർ ക്യാമ്പിലുണ്ടായിരുന്നു. എല്ലാ രീതിയിലുള്ള 5 ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന ക്യാമ്പായിരുന്നു. എല്ലാ രീതിയിലുള്ള പരിശീലനം അവർക്കവിടെ ഉണ്ടായിരുന്നു. ഇൻഡോർ ഔട്ട്ഡോർ ക്ലാസ്സുകൾ ഉണ്ടായിരുന്നു. മികച്ച ഫാക്കൽറ്റികളുടെ ക്ലാസ്സുകളും ഒക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ 8-9 ക്ലാസ്, ഈ 9ാം ക്ലാസ് തീരുന്ന ആ സമയം തന്നെ ഇവർക്ക് മികച്ച ഒരു അവബോധം ഉണ്ടായിരിക്കുകയാണ്. നിയമത്തെ പറ്റിയും നമ്മുടെ സമൂഹം എന്താണെന്നതിനെ പറ്റിയും, എന്താണ് നമ്മുടെ ലക്ഷ്യം, ഒരു വ്യക്തി എന്ന നിലയിൽ നമ്മുടെ ലക്ഷ്യം എന്താണെന്നും നമ്മുടെ ജീവിതം എന്താണെന്നും നമ്മളെങ്ങനെ വളർന്നു വരണം എന്നുള്ള കാര്യങ്ങളെപ്പറ്റി എല്ലാം വ്യക്തമായൊരു കാഴ്ചപ്പാട് അവർക്ക് ഇതിനോടൊപ്പം തന്നെ കിട്ടിയിട്ടുണ്ട്. 87 കുട്ടികൾ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. 87 കുട്ടികൾ ആണ് ഇപ്പോൾ പരിശീലനം പൂർത്തിയായിട്ട് പാസിംഗ് ഔട്ട് കഴിഞ്ഞ് പുറത്തോട്ട് വരുന്നത്. ഇത് കഴിഞ്ഞാലും നിങ്ങൾ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഈ ഒരു അച്ചടക്കം അല്ലെങ്കിൽ ഒരു പൗരബോധം അല്ലെങ്കിൽ നിയമബോധം എല്ലാം വീണ്ടും കണ്ടിന്യൂ ചെയ്യണം. കോളേജ് തലത്തിലോട്ടൊക്കെ പോയി കഴിഞ്ഞാലും നിങ്ങൾ വീണ്ടും നിങ്ങൾക്ക് അവസരങ്ങളുണ്ട്. NCC അല്ല അതുപോലുള്ള നിരവധി പ്രോജക്റ്റുകളുണ്ട്. അതിലൊക്കെ നിങ്ങൾ ഭാഗമാവുകയും പുതിയ കാര്യങ്ങൾ പഠിച്ചെടുത്തുകൊണ്ട് മികച്ച ഒരു പൗരനായി മാറുകയും ചെയ്യണം. ലക്ഷ്യബോധത്തോടു കൂടിയുള്ള മികച്ച അച്ചടക്കവും ലക്ഷ്യബോധവും നിയമബോധവും ഒക്കെയുള്ള കുട്ടികളായി നിങ്ങൾ മാറിയെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിപരമായ ജീവിതവും നിങ്ങളുടെ ജീവിതവും നിങ്ങളുടെ കുടുംബവും ഉയർന്ന നിലവാരത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. അതുവഴി മാത്രമേ നമ്മുടെ സമൂഹം അല്ലെങ്കിൽ നമ്മുടെ നാട് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം പുരോഗതിയിലേക്ക് പ്രാപിക്കുകയുള്ളൂ. അതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. ഇത്രയും പരിശീലനം നിങ്ങൾക്ക് ചെറുപ്പത്തിൽ തന്നെ, ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള പരിശീലനത്തിനൊന്നും യാതൊരു സംവിധാനവും ഇല്ലായിരുന്നു. NCCയോ സ്കൗട്ടോ ഗൈഡോ ഒന്നും ഞാനൊന്നും മെമ്പർ ആയിരുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് വലിയ ഭാഗ്യവാന്മാരാണ്. നിങ്ങൾക്ക് ഈ 8-9 ക്ലാസ്സിൽ തന്നെ ഇത്രയധികം മികച്ച പരിശീലനം പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കീഴിലുള്ള മികച്ച പരിശീലനം നിങ്ങൾക്ക് ഇപ്പോഴേ തന്നെ കിട്ടിക്കഴിഞ്ഞു. എന്താണ് നിയമമെന്നും എന്താണ് നിങ്ങളുടെ ലക്ഷ്യമെന്നും എന്താണ് അച്ചടക്കമെന്നും എന്താണ് പൗരബോധമെന്നും ഒക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഇതിനോടൊപ്പം തന്നെ വ്യക്തമായ ഒരു കാഴ്ചപ്പാട് ഉണ്ടായിക്കഴിഞ്ഞു. ഇനി അത് നിലനിർത്തുന്നതിലാണ് കാര്യം. നമ്മുടെ സാഹചര്യങ്ങൾ ഏതുമായിക്കോട്ടെ, ഏറ്റവും താഴേക്കടയിലുള്ള സാഹചര്യമായിക്കോട്ടെ, ഏറ്റവും
പാവപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും ദാരിദ്ര്യം നിറഞ്ഞ സാഹചര്യമാണെങ്കിൽ പോലും അതിനെ ഒരു വിജയമാക്കി മാറ്റുന്നതിലാണ്, നാളെ നിങ്ങളുടെ ഒരു വിജയമായി നിങ്ങളുടെ ഭാവി നല്ല രീതിയിൽ കരുപ്പിടിക്കുന്നതിലാണ് നിങ്ങളുടെ വിജയം എന്ന് പറയുന്നത്. അപ്പോൾ അതിനുള്ള എക്സ്പീരിയൻസ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ നല്ലൊരു ലക്ഷ്യമുണ്ടാകണം. എന്താണ് ഞാൻ ആകേണ്ടത്? പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ അങ്ങനെ, അധ്യാപകനാണെങ്കിൽ അങ്ങനെ, അതല്ല നല്ലൊരു സാമൂഹിക പ്രവർത്തനമാണെങ്കിൽ അങ്ങനെ, ഏത് രംഗമായാൽ പോലും നല്ലൊരു ലക്ഷ്യബോധത്തോടുകൂടി ഉള്ള അറിവുകൾ സമ്പാദിക്കുക, വളരെ ഡെഡിക്കേറ്റ് ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്യുക. അതാണ് അടുത്തതായി ചെയ്യേണ്ടത്. സ്വയം ആ ലക്ഷ്യത്തിന് വേണ്ടി അർപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അടുത്ത ഒരു 6, 7, 8 വർഷം കഴിയുമ്പോഴും നല്ലൊരു സക്സസ്ഫുൾ പേഴ്സണായി മാറാൻ സാധിക്കും. ആ രീതിയിലുള്ള അറിവും കാര്യങ്ങളും തുടക്കം നിങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. അത് നിലനിർത്തി പോകുമ്പോൾ നിങ്ങൾക്ക് മികച്ചൊരു പൗരനായി മാറാൻ സാധിക്കും. ഈ പഴയരിക്കണ്ടം പോലുള്ള ഈ വളരെ സാധാരണ ഗ്രാമം, പാവപ്പെട്ട ആളുകളൊക്കെ താമസിക്കുന്ന മലമടക്കളാൽ സമ്പന്നമായ ഈ ഗ്രാമത്തിൽ നിന്നും മികച്ച പൗരന്മാരുണ്ടായി വരട്ടെ, മികച്ച ഉദ്യോഗസ്ഥന്മാരും മികച്ച സാമൂഹിക പ്രവർത്തകരും ഒക്കെ ഉണ്ടായി വരട്ടെ എന്ന് നിങ്ങൾക്ക് പ്രത്യേകം ഞാൻ ആശംസിക്കുകയാണ്. നിങ്ങൾക്ക് അതിന് കഴിയുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടുത്തെ PTA പ്രസിഡന്റ് ജയന് എൻ്റെ നേരത്തെ DA ആയിരുന്നു, നേരത്തെ കഞ്ഞിക്കുഴി സ്കൂളിൽ. അതിനുശേഷമാണ് അത് ഇവിടെ PTA പ്രസിഡന്റായിട്ട് വന്നത്. ജയനെ പറ്റി നിങ്ങൾക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല, നാട്ടുകാർക്കെല്ലാം വളരെ വ്യക്തമായിട്ട് അറിയാം. വളരെ ഡെഡിക്കേറ്റഡ് ആയ PTA പ്രസിഡന്റാണ്. ഏറ്റവും നല്ല PTA ഈ സ്കൂളിനായിരുന്നു എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ ജില്ലയിൽ തന്നെ, സംസ്ഥാനത്ത് തന്നെ ഏറ്റവും മികച്ച PTA ആയി മാറും എന്നുള്ള കാര്യത്തിലും സംശയമില്ല. അത്ര ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. PTA പ്രസിഡന്റായിട്ട് ഇവിടെ ജോലി ചെയ്യുന്നു എന്നുള്ളത് തന്നെ ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം PTA പ്രസിഡന്റ് ആണെന്നുള്ള കാര്യം തന്നെ വലിയ അഭിമാനമാണ്. അപ്പോൾ സ്കൂളിനും നിങ്ങൾ SPC കാഡറ്റിനും എല്ലാവിധ വിജയാശംസകളും ഒരിക്കൽ കൂടി നേർന്നുകൊണ്ട് എൻ്റെ സന്ദേശം അവസാനിപ്പിക്കുകയാണ്. ജയ് ഹിന്ദ്. താങ്ക് യു. അടുത്തതായി ഉപകാര സമർപ്പണമാണ്. ഇത്ര മനോഹരമായി പരേഡ് കാഴ്ചവെച്ചതിന് നമ്മുടെ വിശിഷ്ട അതിഥിയിൽ നിന്ന് ആദ്യമായി ഉപകാരം ഏറ്റുവാങ്ങുന്നു പരേഡ് കമാൻഡർ ബിലിറ്റോ C. വിപിൻ. വിശിഷ്ട അതിഥിയിൽ നിന്നും ഉപകാരം ഏറ്റുവാങ്ങുന്നതിനായി സെക്കൻഡ് ഇൻ കമാൻഡർ അഖില മനോജിനെ ക്ഷണിക്കുന്നു. സെക്കൻഡ് ഇൻ കമാൻഡർ അഖില മനോജ് ഉപകാരം ഏറ്റുവാങ്ങുന്നു. Parade! Attention! Parade! Stand at ease! ബെസ്റ്റ് പ്ലറ്റൂൺ ഉപഹാരം ഏറ്റുവാങ്ങുന്നു തേർഡ് പ്ലറ്റൂൺ കമാൻഡർ ലിൻഡ ലിജോ. പ്ലറ്റൂൺ കമാൻഡർ ലിൻഡ ഉപകാരം ഏറ്റുവാങ്ങുന്നു. വിശിഷ്ട അതിഥിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി ഫസ്റ്റ് പ്ലറ്റൂൺ കമാൻഡർ ആദിത്യൻ TVയെ സ്വാഗതം ചെയ്യുന്നു. ഫസ്റ്റ് പ്ലറ്റൂൺ കമാൻഡർ ആദിത്യൻ TV ഉപകാരം ഏറ്റുവാങ്ങിയിരിക്കുന്നു. അടുത്തതായി ഉപകാരം ഏറ്റുവാങ്ങുന്നത് സെക്കൻഡ് പ്ലറ്റൂൺ കമാൻഡർ അമല മോൾ എൽദോസ്. പ്ലറ്റൂൺ കമാൻഡർ
അമലാമോൾ എൽദോസ് ഉപഹാരം ഏറ്റുവാങ്ങുന്നു. ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി 3rd പ്ലറ്റൂൺ കമാൻഡർ ലിൻഡ ലിച്ചോയെ സ്വാഗതം ചെയ്യുന്നു. Number 2 platoon, stand at please. ലിൻഡ ലിച്ചോ ഉപഹാരം ഏറ്റുവാങ്ങുന്നു. വിശിഷ്ട അതിഥിയിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി 4th പ്ലറ്റൂൺ കമാൻഡർ അലൻ ജോബിയെ സ്വാഗതം ചെയ്യുന്നു. Number 4 platoon, attention! Number 3 platoon, stand at please. അലൻ ജോബി ജില്ലാ SPC ക്യാമ്പിലെ 2AC ആയി സെലക്ട് ചെയ്യപ്പെട്ട അലൻ ജോബി വിശിഷ്ട അതിഥിയിൽ നിന്നും പുരസ്കാരം ഏറ്റുവാങ്ങുന്നു. ഞങ്ങളുടെ പ്രിയപ്പെട്ട സീനിയർ അസിസ്റ്റൻറ്റ് SPCയുടെ ആദ്യത്തെ ACPO ആയിരുന്ന പ്രിയപ്പെട്ട ഉഷ ടീച്ചറിനെ വിശിഷ്ട അതിഥിയിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി സ്റ്റേജിലേക്ക് സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. Number 4 platoon, stand at please. Parade, attention! പടയരിക്കണ്ടത്തിൻ്റെ പുത്രി കൂടിയായിട്ടുള്ള ഉഷാകുമാരി ടീച്ചർ ദീർഘകാലം HM ഇൻചാർജ് സ്ഥാനം വഹിച്ചിരുന്ന വ്യക്തിയാണ്. ആദരപൂർവ്വം ടീച്ചർ Parade, ഏറ്റുവാങ്ങിയിരിക്കുക. stand at please. ബെസ്റ്റ് ഔട്ട്ഡോർ കേഡറ്റ് സൂപ്പർ സീനിയർ ജോസഫ് ജോർജിനെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ഡയസിലേക്ക് ക്ഷണിക്കുന്നു. Number 1 platoon, attention! ബെസ്റ്റ് ഔട്ട്ഡോർ കേഡറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജോസഫ് ജോർജ് ഡയസിലേക്ക് കടന്നു വരികയാണ്. ബെസ്റ്റ് ഇൻഡോർ കേഡറ്റ് സൂപ്പർ സീനിയർ പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി അഭിൽച ബിജുവിനെ ഡയസിലേക്ക് ക്ഷണിക്കുകയാണ്. Number 2 platoon, attention. Number 1 platoon, ബെസ്റ്റ് ഇൻഡോർ കേഡറ്റ് സൂപ്പർ സീനിയർ പുരസ്കാരം അഭിൽച ബിജു വിശിഷ്ട അതിഥിയിൽ നിന്നും ഏറ്റുവാങ്ങുകയാണ്. ബെസ്റ്റ് ഔട്ട്ഡോർ കേഡറ്റ് സീനിയർ മുഹമ്മദ് റാസി Number 4 ക്ഷണിക്കുകയാണ്. attention! Number 2 platoon, stand at please. ബെസ്റ്റ് ഔട്ട്ഡോർ കേഡറ്റ് മുഹമ്മദ് റാസി. അടുത്തതായി തിരഞ്ഞെടുക്കപ്പെട്ട കേഡറ്റുകൾക്ക് ഉപഹാരം സമർപ്പിക്കുന്നതിനായി ബഹുമാനപ്പെട്ട ജില്ലാ പഞ്ചായത്ത് മെമ്പർ ശ്രീമതി ഷൈനി റെജി അവരുകളെ ക്ഷണിക്കുകയാണ്. ബെസ്റ്റ് ഇൻഡോർ കേഡറ്റായി തിരഞ്ഞെടുക്കപ്പെട്ട സീനിയർ SPC കേഡറ്റ്സ് നന്ദന ഉണ്ണികൃഷ്ണൻ. ബെസ്റ്റ് ഇൻഡോർ കേഡറ്റ് സീനിയർ നന്ദന ഉണ്ണികൃഷ്ണൻ.
നന്ദന ഉണ്ണികൃഷ്ണൻ ഉപഹാരം ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. ബെസ്റ്റ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പെർഫോമൻസ് കാഴ്ചവെച്ച സീനിയർ SPC കേഡറ്റ്സ് അഫ്സൽ പി സുധീറിനെ ഡൈസിലേക്ക് സ്വാഗതം ചെയ്യുന്നു. Number 3 platoon, standard key. ബെസ്റ്റ് ഇൻഡോർ ആൻഡ് ഔട്ട്ഡോർ പെർഫോമൻസിനുള്ള ഉപഹാരം അഫ്സൽ പി സുധീർ ഏറ്റുവാങ്ങിയിരിക്കുകയാണ്. വിശിഷ്ട അതിഥിയിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി വളരെ സ്നേഹത്തോടെ ഏറെ ബഹുമാനത്തോടെ കഞ്ഞിക്കുഴി സ്റ്റേഷൻ SHO ശ്രീ സാം ജോസ് സാറിനെ ക്ഷണിക്കുന്നു. വിശിഷ്ടാതിഥിയായ Number 4 platoon, standard key. അടുത്ത പുരസ്കാര സമർപ്പണത്തിനായി കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റും MPTA പ്രസിഡന്റുമായ ശ്രീമതി രാജശ്രീ രാജൻ അവരുകളെ ക്ഷണിക്കുകയാണ്. പുരസ്കാരം ഏറ്റുവാങ്ങുന്നതിനായി പോലീസ് ഡെലിഗൻസ് അവാർഡ് വിന്നർ 2023 അവാർഡ് ലഭിച്ചിട്ടുള്ളത് SPCയുടെ ബഹുമാന്യനായ ഇടുക്കി ജില്ലാ ASMയുമായ ശ്രീ അജി അരവിന്ദ് സാറിനെ വളരെ സ്നേഹത്തോടെ സ്റ്റേജിലേക്ക് ക്ഷണിക്കുകയാണ്. കേരളത്തിലെ അറിയപ്പെടുന്ന മോട്ടിവേഷൻ സ്പീക്കറായിട്ടുള്ള അജി അരവിന്ദ് സാർ പുരസ്കാരം ഏറ്റുവാങ്ങുകയാണ്. കഴിഞ്ഞ 2 വർഷവും കുട്ടികൾക്ക് പ്രാക്ടീസ് നൽകി ഇത്രയും നല്ല പരേഡ് കാഴ്ചവെക്കുന്നതിന് അവരെ പ്രാപ്തരാക്കിയ നമ്മുടെ പ്രിയപ്പെട്ട DI ശ്രീ ബിനു സെബാസ്റ്റ്യൻ അവരുകളെ വിശിഷ്ട അതിഥിയിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുകയാണ്. അടുത്തതായി ഉപഹാരം നൽകുന്നതിനായി ഏറെ ബഹുമാനിയായ ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ശ്രീമതി ഉഷ മോഹൻ അവരുകളെ ക്ഷണിക്കുകയാണ്. നമ്മുടെ പ്രിയപ്പെട്ട WDA ആയിരുന്ന ഷൈജ NVയെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ഉപഹാരം ഏറ്റുവാങ്ങുന്നത് നമ്മുടെ പ്രിയപ്പെട്ട WDA നിലവിലെ WDA ആയിട്ടുള്ള ജിനു ഇമ്മാനുവലിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പഴയരിക്കണ്ടം ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ SPCയുടെയും പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിക്കുന്ന ബഹുമാനപ്പെട്ട സ്നേഹനിധിയായ ഞങ്ങളുടെ PTA പ്രസിഡന്റ് ശ്രീ ജയൻ AJ സാറിനെ വളരെ സ്നേഹത്തോടെ വിശിഷ്ട അതിഥിയിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി ക്ഷണിക്കുന്നു. SPCയുടെ പ്രവർത്തനങ്ങളിലും സ്കൂളിൻ്റെ പ്രവർത്തനങ്ങളിലും പ്രത്യേകിച്ച് SPC ക്യാമ്പ് ഗ്രൗണ്ടിലെ പ്രവർത്തനങ്ങൾ എപ്പോഴും നിറസാന്നിധ്യമായ ഞങ്ങളോടൊപ്പമുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട SMC ചെയർമാൻ വികാസ് AGയെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി സ്റ്റേജിലേക്ക് ക്ഷണിക്കുന്നു. അടുത്തതായി ഉപഹാരം ഏറ്റുവാങ്ങേണ്ടിയിരുന്നതും നൽകേണ്ടിയിരുന്നതും ഇതിൻ്റെ ഏറ്റവും
അണിയറയിൽ നിന്ന് പ്രവർത്തിക്കുന്ന ACPO CPO ആയിട്ടുള്ള ശ്രീ സുനിൽ മാത്യു സാറും മായ ടീച്ചറുമാണ്. രണ്ടുപേരും ഇത് അറേഞ്ച് ചെയ്തുകൊണ്ട് എന്തുകൊണ്ടോ അവർ സ്വന്തം ഇത് വെച്ചില്ല, ഞങ്ങൾ ശ്രദ്ധിക്കാനും വിട്ടുപോയി. എങ്കിലും എല്ലാവരുടെയും പേരിൽ ഒരു നിറഞ്ഞ കൈയടി പ്രിയപ്പെട്ട സുനിൽ സാറിനും മായ ടീച്ചറിനും. നമ്മുടെ ഇന്നത്തെ പരേഡിൻ്റെ വിശിഷ്ട അതിഥി ഇടുക്കി സബ് ഡിവിഷൻ DSP ജിൽസൺ മാത്യൂസ് സാർ അവരുടെ ഗവൺമെൻറ് ഹൈസ്കൂൾ പഴയ കണ്ടത്തിൻ്റെയും SPCയുടെയും സ്നേഹ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി വളരെ സ്നേഹബഹുമാനത്തോടെ ക്ഷണിക്കുകയാണ്. ബഹുമാനപ്പെട്ട ജിൽസൺ മാത്യൂസ് സാറിനെ വളരെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഉപഹാരം നൽകുന്നതിനായി ഗവൺമെൻറ് ഹൈസ്കൂൾ പഴയരിക്കണ്ട PTA പ്രസിഡന്റ് ജയൻ AJ സാറിനെയും ബഹുമാനപ്പെട്ട ഹെഡ് മിസ്ട്രസ് സലൂജ KL ടീച്ചറിനെയും വേദിയിലേക്ക് ക്ഷണിക്കുന്നു. പരേഡ് അതിൻ്റെ പരിസമാപ്തിയിലേക്ക് എത്തുകയാണ്. ഈ സമയം പരേഡ് കമാൻഡർ പരേഡ് ബ്രേക്ക് ചെയ്യുന്നതിനായി വിശിഷ്ട അതിഥിയിൽ നിന്നും അനുമതി തേടുന്നു. Parade! Attention! QAC, carry on. Parade will be left and right. Turn. Parade left and right. 3, 1. വളരാൻ, നേടിപ്പിടിക്കാൻ, അങ്ങനെ ഓരോ ചുവട്ടിലും ശ്രേയസ് മാത്രം സ്വപ്നം കണ്ട് ഈ മൈതാനത്ത് നിന്നും ഈ നാടിൻ്റെ മനസ്സിലേക്ക് ചുവടുവെച്ച് പോകുന്ന തേജസ് ആർമി കേഡറ്റുകളെ നമുക്ക് അഭിനന്ദിച്ചിടാം, ആശീർവദിച്ചിടാം, അരിമയോടെ കൈയടിച്ച് വിജയം നേരിടാം. പരേഡ് ഇവിടെ സമാപിക്കുന്നു.